ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അജയിനെയാണ്. അജയ് നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിളെ വിളിക്കുകയാണ്. എടോ ദേ ഈ കേസ് ഉണ്ടല്ലോ, അത് താൻ തന്നെ തെളിയിക്കണം. ഞാനോ? സാർ എന്താ സാർ ഈ പറയണത്? ഈ കേസ് ഞാനിങ്ങനെ തെളിയിക്കണ? ഇത് അതിർത്തിയിൽ ആനിൽ നിൽക്കുന്ന കേസല്ലേ? അതെ, അതിലിനെ തനിക്ക് തന്നത്. തനിക്ക് നല്ല ബുദ്ധിയാടോ, അതുകൊണ്ട് താൻ തന്നെ കേസ് തെളിയിക്കണം എന്ന് പറയുമ്പോഴേക്കും ബാലൻ സാർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇയാൾ എൻ്റെ ശവം എടുക്കുമെന്ന് തോന്നുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട. എന്താടോ താൻ തെളിയിക്കില്ലേ? തെളിയിക്കാം സർ, തെളിയിക്കാം. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ ബാലൻ വേഗം തന്നെ മുറ്റത്തേക്ക് ഓടാണ്. അവിടെ ഭൂമി ഉണ്ട് കേട്ടോ. ഭൂമി കോഫി ഷോപ്പൊക്കെ അടച്ചിട്ട് സ്കൂട്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ സ്കൂട്ടി ഓൺ ആവുന്നില്ല. ഈശ്വര ഇതെന്ത് ചക്കട വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴാണ് ബാലൻ അവിടേക്ക് വരുന്നത്. മോളെ 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 ഭൂമി ഭൂമി എനിക്കൊരു കേസ് തെളിയിപ്പിച്ചരണം. ഒന്ന് കോഫി ഷോപ്പ് അടിച്ചത് കണ്ടില്ലേ, ഇനിയിപ്പോൾ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി. മോളെ മോളെ ഒരു കാര്യം, CA സാറ് എൻ്റെ പുക കണ്ടി അടങ്ങുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നോട് ഒരു കേസ് തെളിയിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിർത്തി പ്രശ്നമാണ്. അവിടെ ഒരു ആനിൽ നിൽക്കുന്നുണ്ട്, അതേ ചൊല്ലിയാണ് പ്രശ്നം. മോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, അത് പരസ്പരം സംസാരിച്ചിട്ട് ഒത്തുതീർപ്പാക്കിയാൽ പോരെ? ഒത്തുതീർപ്പാവില്ലേ മോളെ, രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാശിക്കാം. എങ്കിലേ ഒരു കാര്യം ചെയ്യും, തൊട്ടപ്പുറത്ത് വീടുണ്ടാവുമല്ലോ. ഉണ്ട്. ആ വീട്ടിലേക്ക് ആനിൽ മറിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞിട്ടോ ഒരു പരാതി കൊടുപ്പിക്കാൻ പറ. അയ്യോ, ആ വീട്ടുകാരങ്ങനെ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കുമൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു പരാതി പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആനിൽ വെട്ടണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നാളെ അവരുടെ വീട്ടിലേക്ക് പോകും. പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നോളൂ. താങ്ക് യു സോ മച്ച് ഭൂമി, അടിപൊളി എല്ലാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ബാലിനപ്പുറത്തേക്ക് പോകുക കേട്ടോ. ഭൂമി വീണ്ടും വീണ്ടും സ്കൂട്ടി ഓണാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഓൺ ആവുന്നേ ഇല്ല. ആ സമയത്താണ് അവിടേക്ക് അജയ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന കേട്ടോ. അജയ് ഇറങ്ങുമ്പോഴേക്കും കാണുന്ന കാഴ്ച, ഭൂമി വണ്ടി ഓണാക്കാൻ ബുദ്ധിമുട്ടുന്നതാണ്. അജയ് ചോദിക്കണ്ടല്ലോ, എന്താടോ തൻ്റെ കോഫി ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി താമസിച്ചോ? സാർ 11 മണിയായി, ഇനി എപ്പോഴും 11 മണിക്ക് അടയ്ക്കുള്ളൂ. സാറൊക്കെ അക്ഷയപാത്രമായിട്ട് ജനിച്ചതല്ലേ, ഞാനൊക്കെയോ ദാരിദ്ര്യപാത്രമായിട്ട് ജനിച്ചതാണ്. സാറിനെപ്പോൾ ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കയ്യിൽ എന്തിനും 10 പൈസ ഉണ്ടാവട്ടെ വെച്ചിട്ട് കുറച്ചു നേരം കൂടുതൽ തുറന്നിട്ടതാ. പക്ഷേ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വീട്ടിലും പോകാൻ പറ്റുന്നില്ല. സാറേ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താടോ? എന്നെ ഒന്ന് വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അത് പിന്നെ പ്ലീസ്, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അച്ഛനും അമ്മയും എന്നെ കാണാതായ ടെൻഷനാകും. അല്ല, അവസാന ബസ്സും പോയി, അതുകൊണ്ടിട്ടാണ്. ശരി, കയറിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഭൂമി അജയുടെ വണ്ടിയിലെ ബാക്കിലേക്ക് കയറുന്നുണ്ട്. കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഭൂമി അജയനോട് പറയുന്നുണ്ട്, സർ ഞാൻ സാറിനെ കുറിച്ച് വിചാരിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. താനെന്താ വിചാരിച്ചത്? അല്ല, സാർ ഭയങ്കര മുരടനാണെന്നും ഭയങ്കര അഹങ്കാരിയാണെന്നും ഭയങ്കര ദേഷ്യക്കാരനാണെന്നും ഒക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലായി സാറിൻ്റെ മനസ്സിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെയാണെന്ന്, സാറൊരു പാവാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും, താനിവിടെ നിന്ന് ഇറങ്ങിക്കേ. എന്താ? എടോ വണ്ടി നിർത്തിയത് കണ്ടില്ലേ, ഇറങ്ങാൻ. അതെ, എൻ്റെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യാൻ ഞാൻ തന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അജയ് അവിടുന്ന് പോവാട്ടോ. അപ്പോൾ ഭൂമി, ഈ നടു റൂട്ടിൽ എന്നെ നിർത്തിയിട്ട് അയാൾ പോയല്ലോ, അയാൾ എന്ത് പണിയായി കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് ടേൺ എടുത്തിട്ട് അജയ് വീണ്ടും വരുവാട്ടോ. അപ്പോഴേക്കും ഭൂമി എടുത്ത് പറയുന്നുണ്ട്, കയറ് എന്ന് പറയാണ്. ഇല്ല, കയറാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ഭൂമി വണ്ടിയിൽ കയറുവാട്ടോ. എന്നിട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ അഞ്ജനയുണ്ട് കേട്ടോ. അഞ്ജന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അജയുടെ വണ്ടിയുടെ പുറകിൽ ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ അജയ് ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ഭൂമി, എൻ്റെ ഷർട്ടിൻ്റെ കോളറുടെ പുറകിൽ എന്തോ ഒരു പ്രാണി കയറി, എന്താണെന്നൊന്ന് നോക്കാവോ? എനിക്കൊന്നും വയ്യ, ഇവിടെ പ്ലീസഡോ ഒന്ന് നോക്കടോ എന്ന് പറയുമ്പോഴേക്കും, താഴ്മയായിട്ട് പറഞ്ഞാൽ നോക്കാം. ശരി, താഴ്മയായിട്ട് പറയാം, ഒന്ന് നോക്കുമോളെ എന്ന് പറയുമ്പോൾ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഭൂമി ഷർട്ടിൻ്റെ കോളറുടെ പുറകെ ഇങ്ങനെ നോക്കുവാട്ടോ. അപ്പോൾ ഇങ്ങനെ ഊതി ഇങ്ങനെ കൊടുക്കണ്ടേ, എന്തൊരു പ്രാണിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഊതുവാണ്, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതുവാണ്. അപ്പോൾ അഞ്ജന കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കോളറ തുറന്നു പിടിച്ചിട്ട് ഭൂമി അജയൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ ഉമ്മ വെക്കണതായിട്ടാണ് അഞ്ജനക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അഞ്ജന മുഖമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. ഭൂമിയും അതുപോലെ തന്നെ അജയും കൂടി അവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ശേഷം ഭൂമിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നമ്മുടെ അംബികയും അച്ഛനൊരു ടെൻഷനായിട്ടിരിക്കുകയാണ്. ഇത്ര നേരമായിട്ട് പെണ്ണിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുറ്റത്തിറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ CA അജയും ഭൂമിയും കൂടി ഒരുമിച്ച് വരുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ അജയനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അച്യുതൻ പറയണ്ട, ഇതാരെ CA സാറോ? അതെ സാർ, അകത്തേക്ക് കയറി സാർ. സമയമില്ല, സമയം ഒത്തിരിയായി, വൈകിക്കഴിഞ്ഞാൽ മുത്തശ്ശി വഴക്ക് പറയും എന്ന് പറയാണ്. ഭൂമിയുടെ അച്ഛനും അമ്മയാണല്ലേ? അതെ സർ എന്ന് പറയാണ്. ഭൂമിയുടെ അമ്മ നാടകമൊക്കെ കളിക്കുമായിരുന്നല്ലേ? അപ്പം ഭൂമി പറയുന്നുണ്ട്, നാടകം കളിക്കുമെന്ന് മാത്രമല്ല, അമ്മയുടെ നാടകം കണ്ട അച്ഛൻ വീണത് എന്ന് പറയാണ്. അപ്പൊ അജയ് പണ്ട് ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് സ്റ്റേജിലൊക്കെ നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അല്ല, ഇപ്പൊ നാടകം കളിക്കാറുണ്ടോ? ഇല്ല സർ എന്ന് പറയാണ്.
അച്യുതൻ ചോദിക്കണ്ടല്ല സർ, ഈ നോട്ടീസിൽ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു അമ്മയും മോളെയും കാണാനില്ലെന്ന് പറഞ്ഞിട്ട്, അവരെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ സാർ എന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ, ഇല്ല കിട്ടിയിട്ടില്ല, പക്ഷെ ഉടനെ കിട്ടും, അതിനുള്ള സൂചനകളൊക്കെ കിട്ടി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് പോകുവാട്ടോ. ഭൂമി അകത്തേക്കും കയറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അംബിക വേഗം തന്നെ അച്യുതനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഭൂമി നമ്മുടെ കൈവിട്ട് പോകുമോ? ഭൂമിയുടെ അച്ഛൻ ആരാണെന്ന് അച്യുതേട്ടനെ അറിയാവോ? ഏറെ കുറേയൊക്കെ, പക്ഷേ അതൊക്കെ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയാം എന്ന് പറയാണ്. പെട്ടെന്ന് ഭൂമി അവിടെയൊക്കെ വരുന്നുണ്ട്. ഭൂമി ചോദിക്കണ്ടല്ല, രണ്ടുപേരും കൂടി എന്തേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനറിയാതെ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടുപേർക്ക് കുറച്ച് രഹസ്യമൊക്കെ ഉണ്ട്. ദേ, നിങ്ങളിങ്ങനെ രഹസ്യമൊക്കെ മാറ്റി വെക്കുന്ന ടൈപ്പാണെങ്കിലേ ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ഇറങ്ങി പോകും കേട്ടോ. അയ്യോ മോളെ, ഞങ്ങൾ രഹസ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖം മാറും കേട്ടോ. അയ്യോ, രണ്ടുപേരുടെ മുഖം മാറിയല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടിയാണ് ഇന്ന് കിടക്കാൻ വേണ്ടി പോണത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഭൂമി രണ്ടുപേരെയും വിളിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ അജയ് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അജയനെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അഞ്ജന ചോദിക്കുന്നുണ്ട്, അജയ് നീ ഇത്ര നേരം എവിടെയായിരുന്നു? അത് കൊള്ളാം, ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ നിന്നോട് പറയണോ എന്ന് ചോദിക്കുകയാണ്. അഞ്ജന പറയണ്ട്, അല്ല നീ അവളുടെ കൂടെ ആയിരുന്നില്ലേ, ആ കോഫി ഷോപ്പുകാരി, അവളുടെ കൂടെ ആ ഭൂമിയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടി ബൈക്കിന് ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. അവൾ കെട്ടിപ്പിടിച്ച് അജയന് ഉമ്മ വെക്കണത് ഞാൻ കണ്ടു. ഓഹോ, നീ കണ്ടോ? കണ്ടു, ശരിക്കും കണ്ടു, എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അവള് അജയന് ഉമ്മ വെക്കുമായിരുന്നു പുറകിലിരുന്ന്. ആ ആയിരിക്കാം, ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറയാണ്. അജയ് നീ എന്തായി കാണിക്കണത്? നിന്റെ എൻ്റെ വിവാഹ നിശ്ചയമാണെന്ന് അറിയില്ലേ? എന്ന് വെച്ചിട്ട് സോ വാട്ട്? നീയും ഞാനും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാലും എനിക്ക് അവളെ ഇഷ്ടമാണ് ഭൂമിനെ. അവളായിട്ടുള്ള ബന്ധം ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. നാളെ എൻ്റെ നിന്റെ വിവാഹം കഴിഞ്ഞാലും ഭൂമിയായിട്ടുള്ള ബന്ധം ഞാൻ തുടരും. ഭൂമിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? സുന്ദരിയാണ്, മാത്രമല്ല നല്ല അച്ചടക്കമുള്ള പെൺകുട്ടി, നല്ല സ്വഭാവശുദ്ധിയുള്ള പെൺകുട്ടി. അങ്ങനത്തെ പെൺകുട്ടിനെയൊക്കെ ആരാ ഇഷ്ടപ്പെടാത്ത? ഏത് പുരുഷന്മാരാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും. ഐ ലവ് യു ഭൂമി എന്ന് അജയ് പറയാണ്. എന്നിട്ട് അജയ് അഞ്ജനടുത്ത് പറയുന്നുണ്ട്, ഭൂമി മാത്രമല്ല, എനിക്ക് ഭൂമിനെ പോലെ വേറെ ഏതെങ്കിലും പെൺപിള്ളേർ എൻ്റെ ലൈഫിലേക്ക് വന്നാലും ഞാൻ ഇഷ്ടപ്പെടും. പക്ഷെ നിന്നെ വിവാഹം കഴിച്ചാലും ഞാൻ അവരെയൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല. അജയ് നീ എന്തൊക്കെയാ അജയ് നീ കാണിക്കണത്? ഞാൻ നിന്നടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്നെ ഭൂമിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നീ എവിടെയായിരുന്നു? അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഓഹോ, അപ്പം നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പാതിരാത്രി പോവാം, എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ചുറ്റിക്കറങ്ങാൻ പറ്റില്ല അല്ലേ? ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അജയ് വേഗം തന്നെ അകത്തേക്ക് പോവാട്ട്. അഞ്ജനയുടെ മുഖമാകെ മാറുവാണ്. ഭൂമി അവളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജന. രാവിലെ ആകുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ സംഗീതയും അത് പിന്നെ ഭവാനിയുണ്ട്, മാധവനുണ്ട്. അവരിങ്ങനെ ഓരോരോ മോഡൽ കാർഡുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചയത്തിനുള്ളത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഭവാനി നീ നോക്കിക്കേ ഈ കാർഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. അമ്മ നോക്ക്, അമ്മ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഓക്കെയാണ്, കൊള്ളാം ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അല്ല മാധവ, ഈ കാർഡ് അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ കാർഡ് ഉണ്ടാക്കാൻ പറ്റില്ലേ? നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാണ്. എന്ത് കാർഡാണെങ്കിലും നമ്മുടെ കുടുംബ മുദ്ര അതിൽ വേണം. അതെന്താ മുത്തശ്ശി? അമ്മേ എന്ന് മാധവൻ ചോദിക്കുമ്പോൾ, കൊള്ളാം എടാ, നീ വിവാഹം കഴിഞ്ഞിട്ട് 10-28 വർഷമായില്ലേ, ഇപ്പോഴും കുടുംബത്തിന്റെ അടയാളം നിനക്ക് എന്താണെന്ന് അറിയില്ലേ? ഭവാനി നിനക്കറിയാവോ? അറിയാം, അനുപമയുടെയും അഞ്ജനയുടെയും അഭിരാമിയുടെയും കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ ആ ഒരു ലോക്കറ്റിന്റെ അടയാളം അല്ലേ അമ്മേ? അതെ, അത് തന്നെ, അതെന്തായാലും വിവാഹ നിശ്ചയ കാർഡിൽ വേണം എന്ന് പറയാണ്. ആ സമയത്ത് അഞ്ജന പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ അജയനെയും കാത്ത് അജയന്റെ റൂമിന്റെ ഫ്രണ്ടിൽ കേട്ടോ. അജയ് വരുമ്പോൾ അഞ്ജന ചോദിക്കണ്ടേ, നീ എവിടേക്കാ പോകുന്നത്? കൊള്ളാം, ഞാൻ എവിടേക്കാ പോണത് നിന്നോട് പറയണോ? അജയ് ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ, നിനക്കെന്താ എന്നെ ഇഷ്ടമല്ലേ? നിനക്കിഷ്ടം അവളെയാണോ? അതെ, എനിക്കിഷ്ടം അവളെയാണ്, നിന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ശരി, ബ്രേക്കപ്പ് ചെയ്യാം. ഞാനിത് മുത്തശ്ശിയെടുത്ത് പറയും, പോയി പറഞ്ഞു കൊടുക്ക്. ഞാൻ വിവാഹത്തിന് എനിക്ക് സമ്മതം അല്ലെങ്കിൽ മുത്തശ്ശിയെടുത്ത് പറയും, പോയി പറയടി, അത്രയും സൗകര്യം എന്ന് അജയ് പറയാണ്. അഞ്ജന ഞാൻ ഇപ്പം തന്നെ പറയാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നിലത്തേക്ക് ഇറങ്ങി വരുവാണ്. അജയും തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. അത് കണ്ട് സംഗീത പറഞ്ഞ മുത്തശ്ശി, അമ്മേ നോക്കിക്കേ, രണ്ടുപേരും കൂടി വരുന്നത് എന്തൊരു ചേർച്ചയാണല്ലേ എന്നൊക്കെ പറയാണ്. രണ്ടുപേരുണ്ടല്ലോ, നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിലെ കാർഡിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അഞ്ജന പറയുന്നത്, മുത്തശ്ശി എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? അത് നിശ്ചയത്തിന് ഞാൻ സാരി ഉടുക്കില്ല. ഇതാണ് നിനക്ക് പറയാനുള്ളത്? അപ്പം തന്നെ അജയ് പണ്ട്, അഞ്ജനെ നീ ഇതാണോ പറയാൻ വന്നത്? അതെ, ഈ അജയനെ നിർബന്ധിക്കുക സാരി ഉടുക്കാനായിട്ട്. എനിക്ക് സാരി ഉടുക്കാൻ താല്പര്യമില്ല. അതെ, വേറൊന്നും വേണ്ട, അജയ് നിന്റെ ഭർത്താവാൻ വേണ്ടി പോകുവാണ്, അവൻ പറഞ്ഞ വേഷം തന്നെ നീ ധരിച്ചാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അജയനെ നോക്കുന്ന പുച്ഛത്തോടെ ചിരിക്കുക കേട്ടോ. അജയ് പറഞ്ഞ, അഞ്ജനെ നീ ഒന്ന് പുറത്തേക്ക് വന്ന് നിന്നോടൊരു കാര്യം പറയണം എന്ന് പറയാണ്. അഞ്ജനെ പുറത്തേക്ക് വിളിച്ചിട്ട് അജയ് ചോദിക്കണ്ടേ, നീ ഇതല്ലല്ലോ പറയാൻ വേണ്ടി വന്നത്, പിന്നെ നീ എന്തിനിപ്പോൾ മാറ്റി പറയണത്? അജയ്, ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവില്ല. നിന്നെ ഞാനൊരു ആണി അടിച്ച് അവിടെ വെക്കോടാ, ഒരിക്കലും നിനക്ക് എന്നിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല എന്ന് അഞ്ജന പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്ലോ മോഷനിൽ നടന്നു പോകുക കേട്ടോ.
പിന്നീട് കാണിക്കണത് നമ്മുടെ അച്യുതൻ രാവിലെ തന്നെ സത്യനെ കാണാൻ വേണ്ടി വരുവാ കേട്ടോ. സത്യൻ്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളുടെ ഫോട്ടോയെ നോക്കി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അച്യുതൻ അവിടേക്ക് വരുന്നത്. സത്യൻ അച്യുതനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അച്യുതൻ സത്യനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സത്യൻ അച്യുതനോട് പറയാണ്, എൻ്റെ മോളെ ആരാണോ ഇത്രയും നാൾ വളർത്തിയത്, അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് വളർത്തിയെങ്കിൽ പോലും ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ടെമ്പർ തെറ്റി സംസാരിക്കുകയാണ് നമ്മുടെ സത്യൻ അച്യുതനോട്. അതിനുശേഷം ഭൂമിയുടെ അടുത്ത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അജയ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അഞ്ജന പിരികേറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാത്രമല്ല അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്തു, അവൾ എന്നോട് യെസ് പറഞ്ഞു, ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. വിവാഹ നിശ്ചയ ദിവസം നീ എൻ്റെ കയ്യിൽ മോതിരിടാൻ വരുമ്പോൾ ആ മോതിരം ഞാൻ വലിച്ചൂരി മേടിച്ച് അത് ഞാൻ ഭൂമിയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് ഭൂമിയുടെയും എൻ്റെ വിവാഹ നിശ്ചയം നടക്കും. നീ അവിടെ മണ്ടിയായി നിൽക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അജയ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്, പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.